ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇറ്റ്സ് വിഷു ശിവാനി ഗൈസ്. ശിവാനി. അപ്പോൾ ഗൈസ്, ഇത് കണ്ടപ്പോൾ തന്നെ ഇവിടാന്ന് മനസ്സിലായി, കാരണം നമ്മുടെ കൊല്ലത്ത് അപ്രത്യക്ഷമാവുന്ന വാട്ടർഫാൾ. അപ്പോൾ ഗൈസ്, അവിടെയാണ് ഉള്ളത്. നമ്മൾ അവിടെ സ്കൈ ഡൈവിങ് ഒക്കെ ഉണ്ട്. അത് നല്ല ഹൈറ്റിലാണ് സ്കൈ ഡൈവിങ്, അടിപൊളി ഹൈറ്റിലാണ്. എനിക്ക് ഹൈറ്റ് വലിയ പേടിയില്ലെങ്കിലും ഇത് കണ്ടപ്പോൾ എനിക്ക് പേടിയായത് ഗൈസ്. എന്താണെന്ന് വെച്ചാൽ കറങ്ങുന്ന കസേര അത്രയും വലിയ ഹൈറ്റിലുമാണ്. രണ്ട് സൈഡിലാണ്. ഈ ഒരു സൈഡിൽ വാട്ടർ അപ്രത്യക്ഷമായി ഗൈസ്. ഞാനും ചേച്ചിയും അവിടെ സൈഡിൽ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്രത്യക്ഷമായി ഇതാണ് പറഞ്ഞ് ഇനി എപ്പോൾ വരും എന്ന് ചോദിച്ചാൽ ഞങ്ങളുടെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള സൈഡിലെ വാട്ടർ തീരുമ്പോഴായിരിക്കും ഞങ്ങളുടെ ആ ഒരു സൈഡിലെ വെള്ളം വരുന്നത്. അപ്പോൾ ഞങ്ങൾ വെയിറ്റ് ചെയ്യുകയാണ്. നല്ല രസമുണ്ട്. പിന്നെ ഒത്തിരി പേര് തെന്നി അടിച്ച് വീഴുന്നുണ്ട്. അത്ര ചിലയിടത്ത് അത്ര ഇതല്ല. പിന്നെ അവർ ഒത്തിരി പേര് പറയുന്നുണ്ട് ഇത്ര ഇതിന് മണ്ടയ്ക്ക് പോവില്ലെന്ന്. ഓക്കെ ഗൈസ്, അപ്പോൾ ഫൈനലി ഞാൻ പറഞ്ഞു വന്നപ്പോഴത്തേക്കും ദാണ്ടെ വെള്ളം വന്നിട്ടുണ്ട്. അടിപൊളിയായിരുന്നു. ആദ്യം അത്ര ഫോഴ്സ് ഇല്ലെങ്കിലും നല്ല അടിപൊളിയായിട്ട് വന്നു. ഉടുപ്പെല്ലാം നനഞ്ഞു. ഉടുപ്പ് നനയാണെങ്കിലും പേടിക്കേണ്ട ആവശ്യമില്ല. അവിടെ നമുക്ക് ഡ്രസ്സ് മാറാനായിട്ടുള്ള സെപ്പറേറ്റ് ഇതുണ്ട് ഗൈസ്. അപ്പോൾ സെപ്പറേറ്റ് ആയിട്ടുണ്ട് ഗൈസ്. അത് ഗേൾസിനും ബോയ്സിനും സെപ്പറേറ്റ് ആയിരുന്നു. എന്തായാലും അടിപൊളിയായിരുന്നു. നല്ല രസമുണ്ട്. ആദ്യം ഞാൻ പേടിച്ച് കാലും മാത്രം നനച്ചു. എനിക്ക് ഉടുപ്പ് നനയ്ക്കണമെന്ന് ആഗ്രഹമില്ലായിരുന്നു. എന്തായാലും അവസാനമായപ്പോൾ മൊത്തം നനഞ്ഞു. നല്ല കാറ്റായിരുന്നു. എൻ്റെ അച്ഛനും അമ്മയും ദൂരെ നിന്നിട്ട് വരെ ദേഹം ചെറുതായിട്ട് നനഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം അത്രയും മണ്ടയ്ക്കൊന്ന് ഫോഴ്സി വന്നിട്ടാണ് ഈ സ്ലോപ്പായിട്ട് വീഴുന്നത്. അപ്പോൾ അടിപൊളി ഇതാണ് തന്നെ. എന്തായാലും നിങ്ങൾ ചെയ്യണം. ആദ്യം എനിക്ക് ചെറിയ പേടിയുണ്ടായിരുന്നു. പിന്നെ അതൊക്കെ പോയി ഗൈസ്. ഞങ്ങൾ അവിടെ അറ്റത്തൊക്കെ നിന്നു അടിച്ച് പൊളിച്ചു ഗൈസ്. ഇങ്ങനെ ഇവർ പാട്ടൊക്കെ ഇട്ടാലും നമ്മൾ അതിനനുസരിച്ച് കളിക്കും. ഇത്രയും മണ്ടയ്ക്കൊന്ന് വന്നിട്ടാണ് ഗൈസ് താഴോട്ട് സ്ലോപ്പാവുന്നത്. ഇത് കണ്ടല്ലോ. അപ്പോൾ ഇങ്ങനെയാണ് ചെയ്യുന്നത്. ഇങ്ങനെയാണ് അത് ചെയ്യുന്നതെന്നല്ല, വരുന്നത് ഗൈസ്. അപ്പോൾ എന്തായാലും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഇത് സ്ലോ മോഷനിൽ എടുത്തുകൊണ്ടാണ് ഗൈസ് ഇത്രയും സ്ലോ ആയിട്ട് വന്നിരിക്കുന്നത്. എന്തായാലും അടിപൊളിയാണ്. ഞാനും ചേച്ചി അവിടെ ഇപ്പോൾ ഉണ്ടായിരുന്നിട്ട് അവർ ഇൻസ്ട്രക്ഷൻസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. വാട്ടർഫോളിൽ അവിടുത്തെ നടുക്ക് എഴുതിയിട്ടുണ്ട്, ആ ഫോൾസിൻ്റെ മണ്ടയ്ക്കോട്ട് പോവേണ്ട, അപകടമാണെന്നൊക്കെ പറഞ്ഞു. എന്തായാലും ഞങ്ങൾ അത്രയും മണ്ടയ്ക്കൊന്നും പോയിട്ടില്ല ഗൈസ്. അപ്പോൾ ഇതൊരു അടിപൊളി എക്സ്പീരിയൻസ് തന്നെയാണ്. ഞാനും ചേച്ചി നനയണ്ട എന്ന് വിചാരിച്ചിട്ട് പക്ഷേ നനഞ്ഞു ഗൈസ്. എന്തായാലും വെള്ളത്തിലല്ലേ, നനയാതിരിക്കത്തില്ല. കാരണം അത് ആ ഫോഴ്സ് അടിക്കുന്നതിനനുസരിച്ച് തൂവാനും വരുന്നുണ്ട്. പിന്നെ അതിൻ്റെ വെള്ളം താഴെ ഒരു മാറ്റുണ്ട്. അതിൻ്റെ അടിയിൽ കുഴി പോലാണ് ഗൈസ്. അവിടെ വീണോളും. നമുക്ക് അവിടെ നിന്ന് നടക്കാൻ പറ്റും. ഇല്ല, ഗ്രില്ല് പോലാണ് ഇരിക്കുന്നത്. അപ്പോൾ അങ്ങനെയാണ് സംഭവം. എന്തായാലും അടിപൊളിയായിരുന്നു. ഞങ്ങളുടെ സൈഡിൽ നിന്ന് ഒത്തിരി പേരൊക്കെ തെന്നിപ്പോയിട്ടുണ്ട്. ഒരു അങ്കിളുടെ മുഖമൊക്കെ അടിച്ചു വീണ്. എന്തായാലും ഞങ്ങൾക്കൊന്നും പറ്റിയിട്ടില്ല ഗൈസ്. അപ്പോൾ അടിപൊളിയായിട്ടുണ്ട്. അടുത്ത ഞങ്ങൾ വെയിറ്റ് ചെയ്യുവാണ്. അപ്പുറത്തെ സൈഡിൽ നിന്ന് അങ്ങോന്ന് വരുന്നുണ്ട്. അപ്പോൾ അടുത്ത വരുവാണ് ഗൈസ്. അടിപൊളിയായിരിക്കും. അതുകൊണ്ട് ഗൈസ് ഇങ്ങനെ ഇതാണ് ഈ സംഭവമാണ്. നല്ല ഫോഴ്സിലാണ് വന്ന് വീണ. അടിപൊളിയായിട്ടാണ് ഗൈസ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഈ ഒരു ഇത് വന്നത്. നല്ല ഇതായിട്ടാണ് വന്നത്. ഞാൻ ആ സൈഡിലോട്ട് പോകുന്നുണ്ട്. പക്ഷേ എനിക്ക് പേടിയാണ്. കാരണം ചില സൈഡ് നമ്മുടെ നന്നായിട്ട് തെന്നലുണ്ട്. അപ്പം സൂക്ഷിച്ചേ പോകാൻ പറ്റുമോ. ഒത്തിരി സ്പീഡിലോ ഒന്നും പോകാൻ പറ്റത്തില്ല. അപ്പോൾ ഞങ്ങൾ വെള്ളത്തിൻ്റെ അവിടെ ഇരിക്കുകയൊക്കെ ചെയ്തു ഗൈസ്. അവസാനം എന്തായാലും നനഞ്ഞു വാങ്ങി. പിന്നെ അങ്ങ് ഇരുന്നേക്കാന്ന് പറഞ്ഞ് അങ്ങ് ഇരുന്നു ഗൈസ്. എന്തായാലും ഇതാണ്. നിങ്ങൾക്ക് എൻ്റെ ഉടുപ്പ് കണ്ടാൽ ശ്രദ്ധിക്കാൻ പറ്റും എത്രത്തോളം വെള്ളമുണ്ട്, എത്രത്തോളം കാറ്റാണ് വന്ന് വരുന്നത്. ആ ഒരു ഫോഴ്സിൽ അത്രയും കാറ്റാണ് വരുന്നത്. അപ്പോൾ ഗൈസ്, എൻ്റെ ഉടുപ്പെല്ലാം നനഞ്ഞ്. എൻ്റെ മാത്രമല്ല, ചേച്ചിയുടെയും. എനിക്ക് നല്ല തണുപ്പുണ്ടായിരുന്നു. ആ വെള്ളത്തിൽ നല്ല തണുപ്പായിരുന്നു. ഞാൻ ഇങ്ങനെ വിറയ്ക്കുന്ന പോലെയൊക്കെ കാണിക്കുന്നുണ്ടായിരുന്നു. നല്ല തണുപ്പൊക്കെ ആയിരുന്നു ഗൈസ്. ഞാൻ അവസാനം ഉടുപ്പ് നനഞ്ഞപ്പോൾ അങ്ങ് ഇരുന്നു ഗൈസ്. വേണ്ട, ഇരിക്കാം. അപ്പോൾ ഇരുന്നപ്പോഴാണ് ശ്രദ്ധിക്കുന്നത് നല്ല തണുപ്പുണ്ട്. ഞാൻ ഇപ്പോൾ ഒരു വീഡിയോ തലയും കുത്തി എടുത്തു. അത് ഗൈസ് തിരിഞ്ഞു പോയതാണ് എടുത്തപ്പോൾ. ഒന്നും തോന്നല്ലേ. അപ്പോൾ എന്തായാലും അടിപൊളിയാണ്. എൻ്റെ മുടിയൊക്കെ അടിപൊളിയായിട്ട് അറ്റം ചെറുതായിട്ട് നനഞ്ഞിട്ടുണ്ട്. മുടിയൊക്കെ അടിപൊളിയായിട്ട് പറക്കുന്നുണ്ടായിരുന്നു. എന്നിട്ട് ഞാൻ വെള്ളമൊക്കെ ചുമ്മാ എടുത്ത് ഇങ്ങനെ തെറിപ്പിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു. ഇത് നല്ല സ്ലോ മോഷനിൽ നിന്നുകൊണ്ട് നിങ്ങൾക്ക് മനസ്സിലാവാം
എത്രത്തോളം മണ്ടയ്ക്കൊന്ന് താഴെ വഴി അടിച്ചിട്ടാണ് സ്ലോപ്പായിട്ട് വരുന്നതെന്ന്. നന്നായി ഇതായിട്ടാണ് വരുന്നത്, അടിപൊളിയാണ്. അതുകൊണ്ട് തന്നെ അവർ പറയുന്നു ഇന്നേൻ്റെ മണ്ടയ്ക്ക് പോയാൽ അപകടമാണ്, കാരണം നമ്മൾ വീഴുവാണെങ്കിൽ വേദനിക്കും ദേഹം, അതാണ്. ഇപ്പം എന്തായാലും നല്ല രസമുണ്ടായിരുന്നു. സൈഡിൽ നിന്നവരൊക്കെ കൊച്ചു പിള്ളേരൊക്കെ ഇല്ല സ്ലൈഡ് പോലൊക്കെ തെന്നിപ്പോകുന്നുണ്ട്. എന്തായാലും ഞങ്ങൾക്കൊന്നും പറ്റിയിട്ടില്ല, അടിപൊളിയായിട്ടുണ്ടായിരുന്നു. ഇത് തന്നെ ഒത്തിരി പ്രാവശ്യം ഞങ്ങൾ ഇങ്ങനെ കളിച്ചു ചിരിച്ചു. എൻ്റെ അമ്മയും അച്ഛനും ഉടുപ്പ് നനയേണ്ടെന്ന് പറഞ്ഞ് മാറി നിന്നിട്ടും ചെറുതായിട്ട് ദേഹത്തൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അത്രയ്ക്ക് ആ വെള്ളം വീഴുന്ന കാറ്റിൽ ആണ് അവരുടെ ദേഹത്തിൻ്റെ അറ്റമൊക്കെ ജസ്റ്റ് നനഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ അത്ര ഇത് കുഴപ്പമില്ലായിരുന്നു, ഉണങ്ങിയായിരുന്നു. ഞങ്ങൾ ഡ്രസ്സ് മാറ്റി ഗൈസ്. എന്തായാലും അടിപൊളി സംഭവം തന്നെയാണ്. എല്ലാവരും ട്രൈ ചെയ്യുക. ട്രൈ ചെയ്തില്ലെങ്കിൽ ഭയങ്കര ഇതാട്ടോ. കൊല്ലത്തുള്ളവർ പ്രത്യേകിച്ച് ഞങ്ങളിപ്പോൾ വെക്കേഷന് ഓണം വെക്കേഷന് വന്നതാണ്. എന്തായാലും സോ ലക്കി ഗൈസ്. ഇത്ര അടിപൊളിയാവുമെന്ന് വിചാരിച്ചതേ ഇല്ല ഞങ്ങൾ. എന്തായാലും ആദ്യം കണ്ടപ്പോൾ കൊള്ളാം എന്ന് പറഞ്ഞു, പക്ഷേ കാണുമ്പോഴുള്ള സുഖമല്ല ഗൈസ് അവിടെ പോയി എക്സ്പീരിയൻസ് ചെയ്യുമ്പോൾ. നമ്മൾ അവിടെ പോയി നിന്ന് ചെയ്യുമ്പോഴുള്ളതാണ് അടിപൊളി എന്ന് പറയുന്നത്. അപ്പം എന്തായാലും കൊല്ലംകാരാണെങ്കിലും ഉറപ്പായിട്ടും പോകണം കേട്ടോ. അപ്പം അടിപൊളി സംഭവം തന്നെയാണ് ഗൈസ്. അങ്ങനെ ഗൈസ് ഇനിയൊന്നും പറയാനില്ല, ഞാൻ അത്രത്തോളം അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഞങ്ങൾ ഡ്രസ്സൊക്കെ മാറിയിട്ട് പോകുന്നിടം കണ്ടു ഗൈസ്. ഇതാണ് ഫുൾ പെറ്റ്സാണ്. ഇവിടെ പെറ്റിനെ അടച്ചൊന്നും ഇട്ടേക്കുമല്ല, മൊത്തം മണ്ടയ്ക്ക് കിടന്ന് പറക്കലാണ് ഗൈസ്. അടിപൊളിയാണ്. നല്ല കുഞ്ഞു കുഞ്ഞു ഹമ്മിങ് ബേർഡ്സും സംഭവങ്ങളുമാണ്. ഇടയ്ക്ക് തലയുടെ മണ്ടയ്ക്കൂടെ വരെ പറന്നു പോകുന്നുണ്ടായിരുന്നു. എന്തായാലും സോ ഹാപ്പി. ഇത് നല്ല രസമുണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ സൈഡിലായിട്ട് പാമ്പിനെയും കിളിയെയും ഒക്കെ നമ്മുടെ ദേഹത്ത് വെക്കാനുള്ള ഒരെണ്ണം ഉണ്ടായിരുന്നു. എനിക്ക് കുരങ്ങനെ വെക്കണമെന്നായിരുന്നു ഗൈസ് ആഗ്രഹം. ആണ്ട് ഇതിൻ്റെ അകത്തൊരു ബേർഡുണ്ട്, അത് എന്തുകൊടുക്കുമെന്നൊന്നും അറിയത്തില്ല. എന്തായാലും നല്ല രസമുണ്ടായിരുന്നു. ഈ സൈഡിലായിരുന്നു ഉള്ളത് ഗൈസ്. പക്ഷേ എനിക്ക് കുരങ്ങനെ വെക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷേ കുരങ്ങൻ ഇല്ല ഗൈസ്. ഒരു കുഞ്ഞു കുരങ്ങൻ ഉണ്ടായിരുന്നു, പക്ഷേ ഞങ്ങൾ പോയപ്പോൾ കുരങ്ങനെ കണ്ടില്ല, എന്താണെന്നറിയത്തില്ല ഇനി. അത് സാരമില്ല ഗൈസ്. എന്തായാലും എന്താണ്ട് കുഞ്ഞു കുഞ്ഞു കിളികളെയൊക്കെ കാണാൻ പറ്റി. ഫുഡൊക്കെ കഴിക്കുന്ന അടിപൊളിയായിരുന്നു. ഈ സൈഡിലായിരുന്നു ഗൈസ് ആ ഒരു ബേർഡ്സിനെയും പാമ്പിനെയൊക്കെ ദേഹത്ത് വെക്കുന്നത് നിങ്ങൾക്ക് കാണാം. പക്ഷെ എനിക്ക് കുരങ്ങനെ വെക്കണമെന്ന് ആഗ്രഹം പറ്റിയില്ല ഗൈസ്. എന്തായാലും സാരമില്ല. അത് കഴിഞ്ഞുള്ളടം ഇങ്ങനെ പേപ്പർ കൊണ്ട് ഉണ്ടാക്കിയതാണ്. അത് ജീവനുള്ള തേനീച്ച തേൻ കുടിക്കുന്നു, അതൊക്കെയായിരുന്നു. ഞാൻ ആ ലീഫിലൊക്കെ തൊട്ടു, പക്ഷേ തേനീച്ച തൊടാനൊരു പേടി. എന്തായാലും സാരമില്ല. നമുക്ക് അത് കഴിഞ്ഞുള്ളത് അടിപൊളിയാണ്. ഒത്തിരി ഫ്ലവേഴ്സും ഉണ്ട്. തേനീച്ചയുടെ കണ്ണ് ഇത് കണ്ടിട്ട് ഒറിജിനൽ തേനീച്ച വലുതായതുപോലെ ഉണ്ട് ഗൈസ്. എന്തായാലും ലേഡി ബേർഡ് അങ്ങനെയുള്ളതൊക്കെ ഉണ്ടായിരുന്നു, അടിപൊളിയായിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞതാണ്ട് സൺഫ്ലവറിൻ്റെ ഒരു കൂട്ടം തന്നെ ഉണ്ടായിരുന്നു ഗൈസ്. പിന്നെ ഒരു വലിയ മരം. ഇതൊക്കെ അവർ ഒരു ഇതുകൊണ്ട് ഉണ്ടാക്കുന്നതാണ്. പച്ചത്തുള്ളം വരെ ഭയങ്കര ബിഗായിട്ടുള്ളൊരു ഒരെണ്ണമുണ്ട്. അതുകൊണ്ട് ഒരു ബട്ടർഫ്ലൈ, അതിൻ്റെ ചിറക് ചെറുതായിട്ട് ഒടിഞ്ഞിരിപ്പുണ്ട്. ഇതാണ് ഗൈസ് ആ ബട്ടർഫ്ലൈ. പിന്നെ അതാണ്ട് ലേഡി ബേർഡ് ഉണ്ട്, ഒത്തിരി ഉണ്ട്. ഞാൻ ലേഡി ബേർഡിനെ ഒന്ന് തൊട്ടു, എന്നാലും എനിക്കൊരു പേടി ഗൈസ് ഇങ്ങനെയുള്ള സാധനത്തിനെ തൊടാൻ. അതുകൊണ്ട് എന്തോ എത്ര വലിയ പച്ചത്തുള്ളാനാണ്, ഇച്ചിരി കുഞ്ഞതായിട്ട് കാണുന്ന അവർ വലിയതാക്കി വെച്ചിട്ടുണ്ട്. അതിൻ്റെ കയ്യിൽ ഞാൻ തൊട്ടു ഗൈസ്. എന്താണ് എനിക്ക് പേടി എന്ന് പറയുന്നത്, ഇതിങ്ങനെ അനങ്ങുന്ന സാധനമായിട്ട് നമ്മൾ തൊട്ടാൽ വല്ലോ പറ്റുമോ എന്നുള്ള പേടിയായിരുന്നു. അത് കഴിഞ്ഞ് അക്വേറിയം ആയിരുന്നു, അടിപൊളിയായിരുന്നു. ഇതാണ് ഗൈസ് മെർമെയ്ഡ് ഉണ്ടായിരുന്നു. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു മെർമെയ്ഡിനെ. അപ്പോൾ മെർമെയ്ഡ് ലവ് ഒക്കെ കാണിക്കുന്നുണ്ടായിരുന്നു. എന്തായാലും ഫസ്റ്റ് ടൈമാണ് മെർമെയ്ഡിനെ കാണുന്നത് ഞാൻ. ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു മെർമെയ്ഡിൻ്റെ അക്വേറിയം, പക്ഷെ ഞങ്ങൾക്ക് പോകാൻ പറ്റില്ല. എന്തായാലും ഇപ്പോൾ കണ്ടല്ലോ ഗൈസ്, ഞാൻ സോ ഹാപ്പി. ഇങ്ങനെ നിങ്ങൾക്ക് പോയാൽ ഇത് തീരത്തില്ല ഗൈസ്, നമുക്ക് സമയം പോകുന്നേ അറിയത്തില്ല ഇവിടെ നിന്നാൽ. ഇതാണ് ഗൈസ്. അപ്പം മെർമെയ്ഡ് ഇങ്ങനെ ഓരോ ഇതൊക്കെ സ്റ്റൈലൊക്കെ കാണിച്ച് നീന്തുകയാണ് ഗൈസ്. അത് കഴിഞ്ഞ് നമ്മൾ അങ്ങോട്ട് നടക്കുന്ന ഒരു
പോലെ ഉള്ളിടത്തൂടെ അപ്പുറത്തോട്ട് ഇറങ്ങുകയാണ് വേണ്ടേ. അതിൻ്റെ സൈഡിലാണ് മെർമെയ്ഡിൻ്റെ കൂടെ ഇരുന്ന് ഫോട്ടോ എടുക്കാമായിരുന്നു, പക്ഷെ ഞാൻ എടുത്തില്ല. ഒരു മെർമെയ്ഡ് ഇതാണ്ട് ഇങ്ങനെയുള്ള ഒരു സ്ഥലത്ത് ഇരിക്കുന്നുണ്ടായിരുന്നു, ഒരു കൊച്ചും ഉണ്ടായിരുന്നു ഫോട്ടോ എടുക്കാൻ, പക്ഷെ ഞങ്ങൾ കയറില്ല ഗൈസ്. ഇതാണ്ട് മെർമെയ്ഡ് എന്തായാലും അടിപൊളിയായിരുന്നു. ഈ കാണുന്ന ബട്ടർഫ്ലൈ ഉണ്ടോ, ഒരു സൈഡിലെ ലൈറ്റ് ഇല്ല ഗൈസ്, എനിക്ക് തോന്നുന്നു ലൈറ്റ് പോയതാണ്. പക്ഷേ ആ ബട്ടർഫ്ലൈ തന്നെ പറക്കുമല്ല, നമ്മൾ ഊഞ്ഞാലാടിയിട്ടാണ് ഗൈസ് പറക്കുന്നത്. അത് കഴിഞ്ഞാണെങ്കിൽ ഷോപ്പിംഗ് പറഞ്ഞാൽ നമ്മൾ ഇത് എപ്പോഴാണ് തീരുന്നതെന്ന് വിചാരിച്ചുകൊണ്ട് കിടക്കും. തീരത്തേ ഇല്ല ഗൈസ്, അത്ര ക്യൂ, നമുക്ക് നോക്കാനുള്ള സമയവുമില്ല, ഇത് തീരുന്നുമില്ല. അതാണ് ഗൈസ് അവസ്ഥ. നമുക്ക് നോക്കാനാണെങ്കിൽ ഒന്ന് നിൽക്കണ്ട, ആൾക്കാർ നമ്മളെ തള്ളിക്കൊണ്ട് പോകണ നല്ല തിരക്കാണ്. ഞങ്ങൾ ഞായറാഴ്ചയാണ് പോയത്. അതാണ്. പിന്നെ സോഫ തടി കൊണ്ടുണ്ടാക്കിയതും അതൊക്കെ ഉണ്ടായിരുന്നു, നല്ല സോഫ്റ്റ് സോഫയൊക്കെ ആയിരുന്നു. പക്ഷെ നോക്കാനുള്ള സമയം വേണ്ട. നിങ്ങൾ ആദ്യം തന്നെ ക്യൂ കണ്ടാണ്, എന്ത് കഷ്ടപ്പെട്ടാണ് ഞങ്ങൾ ഇറങ്ങുന്ന, ഇതിൽ നിന്ന് പോകാൻ നോക്കുവാണ് ഞങ്ങൾ എത്രയും പെട്ടെന്ന്. അപ്പോൾ ഗൈസ് ഞാൻ പറഞ്ഞു വന്നതുപോലെ ഒത്തിരി സാധനങ്ങളുണ്ട് വാങ്ങിക്കാൻ. മസാജ്, പിള്ളേർക്ക് പറ്റിയ ബുക്സൊക്കെ ഉണ്ട് വാങ്ങിക്കാൻ. എന്തായാലും ഷൂസ്, എന്തൊക്കെയാണ്, ഇല്ലാത്തതൊന്നുമില്ല ഗൈസ്. പിന്നെ ഒരു കാര്യമാണ് ഞാൻ ഞെട്ടിപ്പോയത്, ഈ ചേട്ടൻ എന്നെ ഇങ്ങനെ കളിപ്പിക്കുകയൊക്കെ ചെയ്തു. സ്റ്റാച്ചു പറഞ്ഞ് എന്നെ അവിടെ നിർത്തുമെന്ന് നോക്കി, പക്ഷെ ഞാൻ നിന്നില്ല ഗൈസ്, ഓടി. ഞാൻ ഞെട്ടിപ്പോയ കാര്യം എന്താണെന്നറിയാവോ ഗൈസ്? എണ്ണാൻ പറ്റാത്തോളം പൂക്കികളാണ് ഗൈസ് തൂങ്ങിക്കിടക്കുന്നത്. എൻ്റെ ദൈവമേ, എത്ര പൂക്കിയാണ്! ഇത് തീരത്തില്ല ഗൈസ്. ഞങ്ങൾ വെളി ഇറങ്ങിയാലും പൂക്കി ഉണ്ടായിരുന്നു, ഇതിനു മുമ്പും പൂക്കിയുണ്ട്. പൂക്കി ഇത് കഴിഞ്ഞ് ഞങ്ങളങ്ങനെ നടന്നു പോയി ഗൈസ്. അങ്ങനെ ഫുഡിൻ്റെ ടൈമായി. ഇതിനു മുമ്പൊരു സംഭവം പറ്റി കേട്ടോ. ലബൂബു ഫ്രീ ആയിട്ട് തൂക്കിയിട്ടിട്ടുണ്ടായിരുന്നു, പക്ഷെ എനിക്ക് വേണ്ടായിരുന്നു. എന്തായാലും ദാണ്ടേ പാനിപ്പൂരി കഴിക്കുമായിരുന്നു. ആദ്യം എനിക്ക് വലിയ ഇഷ്ടമല്ല ശരിക്കും പറഞ്ഞ പാനിപ്പൂരി. അപ്പോൾ ഫസ്റ്റ് ടൈമാണ് ഞാൻ ട്രൈ ചെയ്യാൻ പോവുമായിരുന്നു. എനിക്ക് പാനിപ്പൂരി ശരിക്കും ഇഷ്ടമല്ല, അതിൻ്റെ മൊരി മാത്രമേ കഴിക്കത്തുള്ളായിരുന്നു. എന്തായാലും ഫസ്റ്റ് ടൈം ഞാൻ ഫുൾ വായിലെടുത്തിട്ട് തിന്നു ഗൈസ്. എന്തായാലും കുഴപ്പമില്ല, നല്ല ടേസ്റ്റൊക്കെ തന്നെ. അത് കഴിഞ്ഞ് നമ്മുടെ പ്യുവർ വെജ് വന്ന്, നിങ്ങൾക്കറിയാമല്ലോ, ഇപ്പം ഞാൻ ഇങ്ങനെ കൊല്ലത്തിൻ്റെ അടുത്തുള്ളവർക്ക് പോയാലും പ്യുവർ വെജിലാണ് കൂടുതലും കയറാറുള്ളത്. അവിടുന്ന് ബട്ടൂര വാങ്ങിച്ചു ഗൈസ്. ബട്ടൂര ഇല്ലാതൊരു കളിയില്ല ഗൈസ്. എന്തായാലും നമുക്കതിങ്ങനെ ഞെക്കി പൊട്ടിക്കാനുള്ള ഒരു ആവേശം കൂടി അവസാനം ഞെക്കി പൊട്ടിച്ചു കേട്ടോ. എന്തായാലും നമുക്ക് ഇനി കഴിക്കാൻ തുടങ്ങണം ഗൈസ്, കഴിക്കാം കേട്ടോ. ഞങ്ങൾ വാങ്ങിച്ചത് എല്ലാവരും ബട്ടൂരിയായിരുന്നു. പിന്നെ ലാസ്റ്റ് ആയപ്പോൾ ഒരു നൂഡിൽസ് കൂടെ വാങ്ങിച്ചു. പിന്നെ കോഫി ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളെല്ലായിടത്തും കഴിക്കുകയും എല്ലാവരും ബട്ടൂര ഇല്ലാതെ ആരും ഇല്ലായിരുന്നു. ഞങ്ങൾ ഫുൾ ബട്ടൂരയായിരുന്നു. ലാസ്റ്റ് ബട്ടൂര തികയാതെ വന്നപ്പോഴായിരുന്നു വിശന്നു. ബട്ടൂര മാത്രം പോരാന്ന് തോന്നിയപ്പോൾ ഞങ്ങൾ ഇതെടുത്ത് തിന്നു. അങ്ങനെ നൂഡിൽസാണ് വാങ്ങിച്ചത്. പിന്നെ പ്യുവർ വെജിലെ ഒരു പ്രത്യേക സാധനം അറിയാമല്ലോ, അതാണ് നമ്മുടെ മീൻകുട്ടൻ. അടിപൊളിയാണ്. അത് എപ്പോഴും കാണും, എപ്പോൾ പ്യുവർ വെജിൽ പോയാലും അവിടെ മീൻ കാണും. ഇങ്ങനെ താടിയുള്ള മീനൊക്കെ ഉണ്ട് ഗൈസ്, ഇപ്പോഴും ഉണ്ട്. താണ്ടൊക്കെ ഉണ്ട് ഗൈസ്, താടിയുള്ള പോലെയുള്ള ഒരു മീൻ, അതിപ്പോഴും ഉണ്ട്. ഇങ്ങനൊരു സാധനം. അപ്പോൾ ഗൈസ് ഞങ്ങൾ വാങ്ങിച്ച സാധനങ്ങളൊക്കെ നിങ്ങളെ കാണിക്കാം. അപ്പോൾ അങ്ങനെ അധികമൊന്നും വാങ്ങിച്ചില്ല, ആവശ്യത്തിനുള്ളേ വാങ്ങിച്ചിട്ടുള്ളൂ. കാണിക്കാം ഗൈസ്. എന്തായാലും അടിപൊളിയായിരുന്നു, നല്ല രസമുണ്ടായിരുന്നു, അടിപൊളിയായിട്ടുണ്ടായിരുന്നു. ഞാൻ ഡ്രസ്സൊക്കെ മാറ്റി ഡ്രസ്സാക്കി. എന്തായാലും ഞാൻ വാങ്ങിച്ച സാധനങ്ങളൊക്കെ നിങ്ങളെ കാണിക്കാം ഗൈസ്. ഫസ്റ്റ് ഞാൻ വാങ്ങിച്ചൊരു പോപ്കോൺ. പിന്നെ വാങ്ങിച്ചത് എന്താണെന്ന് വെച്ചാൽ അതാണ്ടൊരു കളർഫുൾ പപ്പടമാണ്. എന്തായാലും അടിപൊളിയാണ്, വെറൈറ്റി ഫ്ലേവേഴ്സാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഈ ഒരു പപ്പടം, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ഉറപ്പായിട്ട് നിങ്ങളിത് വാങ്ങിക്കണം, അടിപൊളിയാണ്. മിസ് ചെയ്യല്ലേ ഈ പപ്പടം അവിടെ കണ്ടാൽ. എന്തായാലും നെക്സ്റ്റ് വാങ്ങിച്ചേക്കുന്ന പഴയ കാലത്തെ മുട്ടായികളൊക്കെ ഉണ്ട്, അത് പാക്കറ്റിലാണ്, അതൊന്ന് പൊട്ടിക്കണം. എന്തായാലും ഞാൻ ടേസ്റ്റ് ചെയ്തിട്ടില്ല, ടേസ്റ്റ് ചെയ്യണം ഒന്ന്. എനിക്കിത് കുറേ ജ്യൂസാണെന്ന് അറിഞ്ഞിട്ടോ, ജ്യൂസാണോ ജെല്ലിയാണോ, എന്തായാലും ഇങ്ങനെ സിപ്പ് ചെയ്ത് ചെയ്യാമെന്ന് പറഞ്ഞു. എന്തായാലും അതൊക്കെ ടേസ്റ്റ് ചെയ്യണം. പിന്നെ ജെല്ലി, തേൻമുട്ടയുടെ പാക്കറ്റിൽ ജെല്ലി, പിന്നെ സാധാ ജെല്ലി പോലെ ഇതിലും ഉണ്ടായിരുന്നു. പിന്നെ തേൻമുട്ടായി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. എന്തായാലും
അടുത്തതൊന്നുമില്ല വാങ്ങിക്കാനായിട്ട്. എന്തായാലും ഹോബി ഗൈസ്, നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ വരുന്നവരെ ബൈ.